നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇറാനെതിരായ ആക്രമണം നടത്തിയ ഇസ്രയേലിന്റെ സൈനിക നീക്കം മിഡിൽ ഈസ്റ്റ് മേഖലയിൽ സംഘർഷം വർദ്ധിപ്പിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെ അമേരിക്ക $1 ബില്യൺ മൂല്യമുള്ള ആയുധങ്ങൾ ഇസ്രയേലിന് കൈമാറുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു. ഇറാനെ ആക്രമിച്ച ഉത്തരവാദിത്തം ഇസ്രയേൽ ഇതുവരെ ഏറ്റെടുത്തിട്ടില്ല. എന്നാൽ അതിന്റെ ഫലപ്രാപ്തിയും അതുണ്ടാക്കിയ നാശനഷ്ടങ്ങളും ഇസ്രയേൽ നിലവിൽ വിലയിരുത്തുന്നുണ്ടെന്നാണ് ഉറവിടാധിഷ്ഠിത മാധ്യമ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതേ തുടർന്ന് ഇസ്ഫഹാൻ, തബ്രീസ് നഗരങ്ങളിലെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജീവമാക്കിയതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ചരിത്രപരവും തന്ത്രപരവുമായ പ്രാധാന്യമുള്ള നഗരമായ ഇസ്ഫഹാൻ അടുത്തുള്ള ഒരു പ്രധാന സൈനിക വ്യോമതാവളത്തിന് സമീപമാണ് സ്ഫോടനങ്ങൾ ഉണ്ടായത്. ഇസ്രയേൽ യഥാർത്ഥത്തിൽ ഇസ്ഫഹാനെ ലക്ഷ്യം വെച്ചിരുന്നു എന്നത് വലിയൊരു ചോദ്യമാണ്. ലക്ഷ്യം വച്ചിരുന്നെങ്കിൽ അത് ഇറാന്റെ ഉള്ളിൽ ആഴത്തിൽ ആക്രമിക്കാൻ കഴിയുമെന്ന് ലോകത്തോട് പറയാനുള്ള ഒരു സൂചനയോ മുന്നറിയിപ്പോ ആകുമായിരുന്നു. പ്രത്യേകിച്ചും F-14 ടോംകാറ്റ് യുദ്ധവിമാനങ്ങളുടെ ഒന്നിലധികം സ്ക്വാഡ്രോണുകൾ ഉൾക്കൊള്ളുന്ന ഇറാനിയൻ സൈനിക വ്യോമതാവളമായ ഇസ്ഫഹാൻ പോലുള്ള ലക്ഷ്യങ്ങളിൽ സൈനിക ഗവേഷണ വികസന സൗകര്യങ്ങളും താവളങ്ങളും ഉൾപ്പെടെയുള്ള സുപ്രധാന സൈറ്റുകളും ഇസ്ഫഹാനുണ്ട്. സമീപ നഗരമായ നടാൻസ് രാജ്യത്തെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. ഇസ്ഫഹാൻ വിമാനത്താവളത്തിനും ഷെഗാരി സൈനിക വിമാനത്താവളത്തിനും സമീപമുള്ള ഖജാവരസ്ഥാനിന് സമീപമായിരുന്നു ഇസ്രയേൽ നടത്തിയ സ്ഫോടനങ്ങൾ. യുറേനിയം പരിവർത്തനം നഗരത്തിന്റെ തെക്ക് കിഴക്കൻ സർദൻജാൻ പ്രദേശത്താണ് നടക്കുന്നത്. 1999 നിർമ്മാണം ആരംഭിച്ച ഇസ്ഫഹാനിലെ കേന്ദ്രം ചൈനയിൽ നിന്ന് എത്തിച്ച 3 ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുമുണ്ട്. കൂടാതെ ഇറാന്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപാദനവും മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. 2011 നവംബറിൽ ഇവിടെ ഒരു സ്ഫോടനം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഇറാന്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളിലും നഗരത്തിലും പരിസരങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. 1979 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പ് വാങ്ങിയ അമേരിക്കൻ നിർമ്മിത F-14 ടോംകാറ്റ് യുദ്ധവിമാനങ്ങൾ ഉൾക്കൊള്ളുന്ന പഴക്കം ചെന്ന കപ്പലുകൾ കൈവശം വെച്ചിരിക്കുന്ന ഒരു സുപ്രധാന ഇറാനിയൻ വ്യോമതാവളവും ഇസ്ഫഹാനിലുണ്ട്. ബേസിലെ റഡാർ സൗകര്യം ലക്ഷ്യം വെച്ചായിരുന്നു ആക്രമണങ്ങളെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രങ്ങൾ പൂർണ്ണമായും സുരക്ഷിതമാണെന്ന് റിപ്പോർട്ടുകൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്ന് UN-ന്റെ ആണവ നിരീക്ഷണ സംഘവും സ്ഥിരീകരിച്ചു. ആക്രമണത്തെക്കുറിച്ച് ഇതുവരെ ഇസ്രായേൽ ഇറാനിയൻ ഉദ്യോഗസ്ഥർ പ്രതികരിച്ചിട്ടില്ല. കൂടാതെ നാശനഷ്ടത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച് വ്യക്തതയുമില്ല. ഇറാന്റെ ഉള്ളിൽ നിന്ന് തന്നെയാണ് ആക്രമണം ഉണ്ടായെന്ന റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. ചെറിയ ഡ്രോണുകളാണ് ആക്രമണം നടത്തിയതെന്നും ഇറാനിൽ നിന്ന് വിക്ഷേപിച്ചതായിരിക്കാം എന്നുമാണ് 3 ഇറാനിയൻ ഉദ്യോഗസ്ഥർ ന്യൂയോർക്ക് ടൈംസിനോട് പ്രതികരിച്ചത്. അജ്ഞാത വിമാനങ്ങൾ ഇറാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുന്നത് റഡാർ സംവിധാനത്തിൽ കണ്ടെത്തിയിട്ടില്ലെന്നും അധികൃതർ അവകാശപ്പെട്ടു. ഇസ്ഫഹാൻ വിമാനത്താവളത്തിന് സമീപവും 8ാമത് ഷെഗാരി ആർമി എയർബേസിന് സമീപവും ഖജാവരസ്ഥാനിന് സമീപം 3 സ്ഫോടനങ്ങൾ ഉണ്ടായതായാണ് വിവരങ്ങൾ. നിരവധി ഡ്രോണുകൾ വിജയകരമായി വെടിവെച്ചിട്ടതായി ഹുസൈൻ ഡാലിയൻ പറഞ്ഞു. മിസൈൽ ആക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ടുകളൊന്നുമില്ല എന്ന് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ ഡാലിയൻ പറഞ്ഞു. കഴിഞ്ഞ വർഷം ആദ്യ നഗരത്തിലെ ഒരു നൂതന ആയുധ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേൽ എന്നായിരുന്നു ഇറാന്റെ ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇറാൻ 4 പേരെ അറസ്റ്റ് ചെയ്യുകയും അവരിൽ ഒരാളെ ഈ വർഷം ആദ്യം വധിക്കുകയും ചെയ്തിരുന്നു. ഇസ്രായേൽ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇവരെന്നാണ് ഇവർക്കെതിരെയുള്ള ആരോപണം. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.